ബാ. അത് ഈ സൈഡ് ഇവിടെ മാത്രം ഒന്ന് മുകളിലോട്ട് കയറാം. شكرا يا رب على كل شيء في هذه الحياة. والله العظيم الهم قبل أن يقع في قلبك الله يعلم. والله العظيم قبل أن تشكو يعلم الله الشكوى. معنا نهج حياة جئنا تبصرة عن كل ضلال. أعددنا بضع رسالات تحمل نورا للأجيال. معنا نهج حياة جئنا تبصرة عن كل ضلال. أعددنا بضع رسالات تحمل نورا للأجيال. ولكي لا ننطفئ هلموا كي نحيي فينا الآمال. نزرع قيما نمحي جهلا للجنة نسعى برضا. ولكي لا ننطفئ هلموا كي نحيي فينا الآمال. نزرع قيما نمحي جهلا للجنة نسعى برضا. هات الكف يا مسلمنا لا تغرق فالدنيا زوال. فالغاية والهم الأسمى فردوس الرحمن. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. എത്രയും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അൽബയാൻ ഭാരവാഹികളെ, അതിൻ്റെ പ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അൽബയാൻ ക്യാമ്പസ് MSM MGM സ്റ്റുഡൻസ് യൂണിയൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. യൂണിയൻ ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എനിക്കേറെ പ്രിയപ്പെട്ടതുമായ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ബാബു സേട്ട് അവരുകളാണ്. ഈ യൂണിയൻ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ അൽബയാൻ ക്യാമ്പസിന് കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷമായും അനുഗ്രഹമായും ഇതിൻ്റെ ഭാരവാഹികൾ കാണുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. കൂടുതൽ സമയം ദീർഘിപ്പിച്ചുകൊണ്ട് പോകാൻ ഈ സമ്മേളനത്തിന് കഴിയില്ല. കാരണം നമ്മളൊരു ഓൺലൈൻ സമ്മേളനത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ മാത്രമാണ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ആധികാരികമായി MSMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജലീൽ മാമാങ്കര, അതുപോലെ തന്നെ KNMൻ്റെ ഭാരവാഹികൾ, MSMൻ്റെ ഭാരവാഹികളൊക്കെ സവിസ്തരം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് കൊണ്ട് അൽബയാനെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കരുനാഗപ്പള്ളിയിലെ പന്മന പ്രദേശത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ പന്മന ശാഖാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച അൽബയാൻ ക്യാമ്പസ് അതിൻ്റെ തുടക്കത്തിൽ ഇത്ര മഹത്തായ ഒരു സ്ഥാപനമായി ഉയർന്നു വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു അറബി കോളേജായി അൽബയാൻ ക്യാമ്പസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തഹ്ഫീദുൽ ഖുർആൻ അക്കാഡമി, ശരിയ കോളേജ്, വനിതാ കോളേജ്, ഇസ്ലാമിക് ഹയർ സെക്കൻഡറി കോഴ്സ് തുടങ്ങിയ വിവിധ കോഴ്സുകളോടുകൂടി ഈ സ്ഥാപനം 8ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്.
ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം തെക്കൻ കേരളത്തിലെ ഇസ്ലാഹി ചലനങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാൻ ഈ അറബിക് കോളേജ് ഉപകരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. കേരള നേതൃത്വ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അതിൻ്റെ തണലിൽ വളർന്ന് പന്തലിച്ച ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ ഏറ്റി ഈ പ്രസ്ഥാനത്തെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ സന്ദർഭത്തിൽ മാറ്റിവെച്ചുകൊണ്ട് ആദർശ പടയോട്ടത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അൽബയാൻ കഴിഞ്ഞ 8 വർഷക്കാലങ്ങളും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല നടത്തുന്നത്, കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ ദിശാബോധം നൽകുന്ന ദവാപ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ആദരണീയരായ നേതാക്കന്മാർ, സംസ്ഥാന പ്രസിഡന്റ് TP അടക്കമുള്ള, ബാബു സേട്ട് അടക്കമുള്ള, അബ്ദുറസാഖ് വാഖവി അടക്കമുള്ള വിവിധ നേതാക്കന്മാർ ഈ സമ്മേളനങ്ങളിലും ദാവാ ക്യാമ്പുകളിലും പങ്കെടുത്തു പോയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ സംഗമം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏറ്റവും സുപരിചിതനായ MLA-യും എഴുത്തുകാരനുമായ KNA ഖാദർ അവറുകളാണ്. ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് ഇത്തരം സമ്മേളനങ്ങളിലൂടെ നമ്മുടെ അൽബയാൻ്റെ ക്യാമ്പസിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അൽബയാൻ ഇസ്ലാഹി ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പാളും അൽബയാൻ ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റുമായ സലീം അഹമ്മദ് അലിയെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനം MSM-ൻ്റെയും MGM-ൻ്റെയും സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ KNM-ൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു സേട്ട് അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ CRE തുടർ മത പഠന കോഴ്സിൻ്റെ ഉദ്ഘാടനം MSM-ൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജലീൽ മാമാങ്കരയാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക്, ഈ ഓൺലൈൻ സംഗമത്തിലേക്ക് ഹൃദ്യമായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് ഈ MGM-ൻ്റെയും MSM-ൻ്റെയും യൂണിയൻ ഉദ്ഘാടനത്തിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി സന്നിഹിതരായിട്ടുള്ള കേരള നേതൃത്വ മുജാഹിദീൻ്റെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാർ പള്ളിമുക്ക്, MSM സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് സലാഹി കൊല്ലം, KNM-ൻ്റെ കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി അബ്ദുറസാഖ് മദനി, MSM-ൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി നവാസ് സലാഹി തുടങ്ങിയ പ്രമുഖരായ വ്യക്തിത്വങ്ങളെയും നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഈ സംഗമത്തിലേക്ക്, ഈ യൂണിയൻ ഉദ്ഘാടനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും കേരളത്തിലെ ആബാല വൃദ്ധം ജനങ്ങളെയും ആദർശ ബന്ധുക്കളെയും പ്രസ്ഥാന പ്രവർത്തകരെയും ഒക്കെ ഹൃദ്യമായി ഈ ഓൺലൈൻ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഞങ്ങളെ ശ്രവിക്കുന്ന ആദരണീയരായ സഹോദരങ്ങളെ, ദക്ഷിണ കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സമുച്ചയമാണ് അൽബയാൻ ഇസ്ലാഹി ക്യാമ്പസ്. മതഭൗതിക വിദ്യാഭ്യാസങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ആദർശ പ്രബോധന വീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ സ്ഥാപനമാണിത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന വിഷയങ്ങളിലെന്ന പോലെ പാഠ്യേതര വിഷയങ്ങളിലും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനമാണ് അൽബയാൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനം ആരംഭിച്ച കാലം മുതൽ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിന് ആ കുട്ടികളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും നമ്മുടെ കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങളും അൽബയാൻ ക്യാമ്പസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം COVID-19 എന്ന മഹാമാരിയുടെ പ്രതിസന്ധിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഓൺലൈനിലൂടെയാണ് സ്ഥാപനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാർത്ഥി യൂണിയനാണ്. അതിന് നേതൃത്വം നൽകുന്നത് കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ
കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM-ഉം MGM-ഉമാണ്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും KNM എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തണലിലാണ് അൽബയാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. തൗഹീദിൻ്റെ ആദർശ പ്രബോധന വീതിയിൽ ഇസ്ലാഹിൻ്റെ ജ്വലിക്കുന്ന ദീപമായി KNM എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നതാണ് അൽബയാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആദരണീയനായ HE മുഹമ്മദ് ബാബു സേട്ട് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹി. ബഹുമാന്യനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഹമ്മദ് സാഹിബ് പറമ്പിൽ, അതുപോലെ തന്നെ സലീം ഹമദാനി സാഹിബ്, ഈ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യം കൊണ്ട് കരുനാഗപ്പള്ളി പ്രദേശത്തിൻ്റെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പത്മന എന്ന സ്ഥലത്ത് വളരെ നല്ലൊരു മഹത്തായ ദീനീ കേന്ദ്രം നമുക്കിവിടെ പടുത്തുയർത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയെല്ലാം ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ TP അബ്ദുള്ള ഖൈ മദനി സാഹിബ് ഇവിടെ വരികയും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ഇവിടെ വരാനുള്ളൊരു അവസരമുണ്ടായി. ഈ കോളേജിൻ്റെ ഉദ്ഘാടന കർമ്മം അവിടെ നടന്നു. അതായത് 7 വർഷത്തിലധികമായി വളരെ നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ നാട്ടുകാരും എല്ലാവരും തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം തെക്കൻ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനീപരമായ വിഷയങ്ങൾ പഠിക്കാൻ ഒരു കാലത്ത് നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. കൊല്ലം ജില്ലയിലെ പല ഭാഗത്തും നമ്മുടെ മർഹൂം ഉമ്മർ മൗലവി സാഹിബിൻ്റെ പ്രവർത്തനം സജീവമായി വന്നപ്പോൾ പലയിടങ്ങളിലും ചെറിയ ചെറിയ യൂണിറ്റുകളും പ്രവർത്തന കേന്ദ്രങ്ങളുമെല്ലാം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോക്ടർ മൻസൂർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സ്ഥാപനം അവിടെ ഉയർന്നു വന്നു. പള്ളിയും അതുപോലത്തെ ഒരു വിദ്യാലയവും എല്ലാം അവിടെ ശരിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. കൊല്ലം ജില്ലയിലും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ എനിക്ക് വളരെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയും ഞാനെല്ലാം ഉംറ കർമ്മത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സേവനം നടത്തുകയും നമുക്ക് വേണ്ടി ഏതവസരത്തിലും എപ്പോഴും ഓടിയെത്താറുള്ള ഇന്നത്തെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി കൂടിയായ മുഹമ്മദ് പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ ആ സേവനം ഞാൻ ഇന്നും ഓർക്കുകയാണ്. 2 തവണ എനിക്ക് അദ്ദേഹത്തെ മദീനത്ത് വെച്ച് കണ്ടപ്പോൾ അവിടുത്തെ ഹാജിമാർക്കും ഉംറക്ക് വരുന്നവർക്കുമെല്ലാം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെ മഹത്തരമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വന്തം നാട്ടിൽ വന്ന് തൗഹീദിൻ്റെ പ്രചരണത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുകയും അദ്ദേഹം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ആ നിലയിൽ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമായി നമുക്കിതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതുപോലെ ഡിഗ്രി, പ്രീ ഡിഗ്രി, തഫീമുൽ ഖുർആൻ അക്കാദമി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതുപോലെ മദ്രസയുണ്ട്. അഫ്സൽ ഉലമയുടെ കോഴ്സുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ സ്ഥാപനം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ദീനീപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുവാനും തൗഹീദിൻ്റെ സന്ദേശം ഉയർത്തുവാനും പറ്റുന്ന സ്ഥാപനങ്ങൾ കൂടുതലായി ഉയർന്നു വരേണ്ടതുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നേരായ വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം. ഈ വിഷയത്തിൽ ഇന്ന് കൊല്ലം ജില്ലയിലും
കേരളത്തിലെമ്പാടും നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും ഓൺലൈനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് അതേ മാർഗമുള്ളൂ. കാരണം കോവിഡ് രോഗത്തിൻ്റെ പ്രശ്നം വന്നതോടുകൂടി കഴിഞ്ഞ 6-7 മാസങ്ങളായി ജനങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ സ്റ്റേ ഹോം എന്ന രീതിയിൽ തന്നെ വീട്ടിലിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ പൊതുപരിപാടികൾ നമുക്ക് നടത്താൻ അനുവാദമില്ല. അനുവാദമുണ്ടെങ്കിൽ പോലും നമ്മളതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ജനങ്ങളിലേക്ക് നമ്മൾ സന്ദേശം ഏതെല്ലാം വഴിയിൽ എത്തിക്കാൻ കഴിയുമോ ആ വഴിയിൽ എത്തിക്കണം. നമ്മളെ മിക്കവാറും സ്കൂളുകളും കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നില്ല, അധ്യാപകർ സ്കൂളുകളിൽ പോകുന്നില്ല. അതുപോലെ തന്നെ അറബിക് കോളേജുകളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും എല്ലാവരും തന്നെ വീട്ടിൽ ഓൺലൈനിലൂടെ പഠിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉയർന്ന വലിയ വലിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പോലും അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ തന്നെ ഈ കോവിഡ് രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരാകുവാനും ഈ ലോകത്ത് നിന്ന് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനും നമുക്ക് പഴയ പോലുള്ള ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നത്തെ പ്രത്യേക സാഹചര്യം അതാണ്. എല്ലാവരും കുറച്ചു നേരം ഓൺലൈനിലൂടെ കേൾക്കുകയും അവരുടെ കുട്ടികളെ ഓൺലൈനിലൂടെ വിദ്യാഭ്യാസത്തിന് സന്നദ്ധരാക്കുകയും ഇന്ന് വളർന്നു വരുന്ന ഭാവി തലമുറ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മതപരമായോ ഭൗതികമായോ എല്ലാ വിദ്യാഭ്യാസങ്ങളും പഠിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നാം അടിച്ചു നിൽക്കാൻ പാടില്ല. ലോകം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് ആ രീതിയിൽ തന്നെ നാമും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ വരാൻ സാധ്യമല്ല, അതുപോലെ അറബിക് കോളേജുകൾ വരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ സംഘടിപ്പിക്കണം. ഇവിടെ ഹോസ്റ്റലുകളെല്ലാം നിർമ്മിച്ച് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തതായിട്ട് എൻ്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ അവിടെ ഒരുമിച്ച് കൂടുകയും പങ്കെടുക്കുകയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതെല്ലാം താൽക്കാലികമായി അവർ നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ 2 വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സലീം ഹമദാനി, മുഹമ്മദ് സാഹിബും അവരെ പോലുള്ള അവരുടെ സഹപ്രവർത്തകർ നടത്തുന്ന ഈ സ്ഥാപനം കൂടുതൽ സജീവമായി മുന്നോട്ട് വരട്ടെ. അറബിക് കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവരുടെ പങ്ക് വളരെ കാര്യപ്രസ്ഥമായി നടക്കട്ടെ. വരുന്ന തലമുറക്ക് മൗലികവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നല്ല സമൂഹത്തെ വളർത്തെടുക്കുന്നതിൽ ഇവരുടെ പങ്ക് ഉണ്ടാകണം. എല്ലാവരും ഇവരെ പൂർണ്ണമായും നമുക്ക് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നമ്മുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമായി ഇത് വളർന്നു വരട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ യൂണിയൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അല്ലാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി MSM ഒരുക്കുന്ന പ്രതിവാര മതപഠന സംരംഭമായ CREയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി MSMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജലീൽ മാമാങ്കര അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സ്നേഹമുള്ള കരുനാഗപ്പള്ളി അൽബയാൻ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ, ഭാരവാഹികളെ, ബഹുമാന്യനായ കോളേജ് പ്രിൻസിപ്പൽ സലീം ഹമദാനി അവറുകളെ, കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കോളേജ് ക്യാമ്പസിൻ്റെ യൂണിയൻ ഉദ്ഘാടനവും CRE പഠനത്തിൻ്റെ ഉദ്ഘാടന കർമ്മവുമാണ് ഈ സന്ദർഭത്തിൽ നടക്കാനിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ഏത് പ്രതിസന്ധി ഘട്ടവും അവൻ്റെ ദഅ്വാ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് അവനിൽ ബാധ്യതപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾ എന്ന നിലക്ക്, വളർന്നു വരുന്ന ഒരു തലമുറ എന്ന നിലക്ക് മതപരമായ കാര്യങ്ങൾ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ്. പുതിയ തലമുറ അധാർമികതയുടെ പുതിയ വഴികൾ തേടുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ആ സൂക്ഷ്മമായ വഴിയിലേക്ക് മറ്റുള്ളവരെ നടത്താനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മതപഠനം അർത്ഥവത്തായ, ഇഹലോകത്തും പരലോകത്തും ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യമായി തീരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വഴികൾ നമുക്ക് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നതും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനപരമായി പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുക എന്ന വലിയ ദൗത്യമേറ്റെടുത്തുകൊണ്ടാണ് നാം ഈ ക്യാമ്പസിൽ പഠിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രബോധന പ്രവർത്തനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് അന്ധവിശ്വാസങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും വളർന്ന് പന്തലിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യമാണുള്ളത്. ശിർക്കൻ വിശ്വാസങ്ങളുടെയും ബിദ്അത്തുകളുടെയും അതിൻ്റെ പ്രചരണങ്ങളുടെയും കനം തൂങ്ങി വരുന്ന ഒരവസ്ഥയാണുള്ളത്. അവിടെ തൗഹീദിന്റെ നേർത്ത ഒരു ശബ്ദമെങ്കിലും ഉയർത്താൻ നമ്മളുള്ളൂ എന്ന തിരിച്ചറിവ് ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നാം നടത്തുന്നത് വലിയ ഒരു പ്രവർത്തനമാണ്. വിശുദ്ധ ഖുർആൻ നാം നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഒരു കച്ചവടത്തോടാണ് ഉപമിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തിന്റെ എല്ലാത്മ്യവും മനസ്സിലാക്കിയ, അതിന്റെ ലാഭത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള അറബികളോട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിനൊരു കച്ചവടത്തെക്കുറിച്ച്. എന്താണ് അവ കച്ചവടം നടത്തിയാലുള്ള ലാഭം? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നതാണ്. ഏതാണ് ആ കച്ചവടത്തിന്റെ ലാഭം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അല്ലാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുക എന്നതാണ്. അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ശരീരവും അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സ്വഹാബിമാരുടെ ജീവിതം, അവരൊക്കെ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവരുടെ ദഅ്വാ പ്രവർത്തനങ്ങൾ അവർ നിർവഹിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് താൻ മനസ്സിലാക്കിയ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത്. അത് മാത്രമല്ല, താൻ വിശ്വസിക്കുന്ന വിശ്വാസം തൻ്റെ ജീവിതത്തിൽ പുലർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് പകർത്തുക എന്നത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് എന്നും അത് എനിക്ക് നിർവഹിക്കാൻ ഇവിടെ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത്. ആ ഹിജ്റയുടേത് ത്യാഗനിർഭരമായ ചരിത്രമാണ്. ഒരുപാട് സ്വഹാബിമാർ, വലിയ സമ്പത്തുള്ള, ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരുപാട് സ്വഹാബിമാർ, അവർ ഹിജ്റ പോയി തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സ്വദേശവും തങ്ങളുടെ എല്ലാം ഒഴിവാക്കി അവർ പോകുന്നത് ഈ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടിയാണ്. അവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ദുൽ ബിജാദൈൻ എന്ന ഒരു സ്വഹാബിയുടെ ചരിത്രം. ആ സ്വഹാബിക്ക് പേർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേര് നൽകുന്നത് മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ടാണ്. 16-ാമത്തെ വയസ്സിൽ ഒരുപാട് സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ആ സ്വഹാബി, അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അദ്ദേഹം ഉൾക്കൊള്ളുന്നു.
ഒരുപാട് സൗകര്യത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അമ്മാവൻ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. അദ്ദേഹം ഉടുത്ത വസ്ത്രം വരെ പിച്ചു ചീന്തുന്നു. അദ്ദേഹം പിന്നീട് തന്റെ ഉമ്മയുടെ പോകുന്നു. ഉമ്മ അദ്ദേഹത്തിന് നല്ല പരുപരുത്ത ഒരു പുതപ്പ് മുറിച്ച് ഒന്ന് പുതക്കാനും ഒന്ന് ഉടുക്കാനും വേണ്ടി നൽകുന്നു. അങ്ങനെയാണ് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അദ്ദേഹം മദീനയിലെത്തി മസ്ജിദുൻ നബവിയിൽ രാത്രി കഴിഞ്ഞുകൂടി രാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കാണുകയാണ്, അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഥകൾ മുഴുവൻ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മുഴുവൻ പ്രവാചകനോട് അവതരിപ്പിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ 2 പുതപ്പുകളുടെ ഉടമ എന്ന പേര്, ദുൽ ബിജാദൈൻ എന്ന പേര് ആ സ്വഹാബിക്ക് നൽകുന്നത്. 16-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും 23-ാമത്തെ വയസ്സിൽ ആ സ്വഹാബി മരണപ്പെടുകയും ചെയ്യുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അവരൊക്കെ അനുഭവിച്ച ത്യാഗം. സുഹൈബുർ റൂമി അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്, റോമിൽ നിന്ന് മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ച വലിയ ധനികനായ സുഹൈബുർ റൂമി മദീനയിലെത്തുന്നത് ഒന്നുമില്ലാതെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കാണുമ്പോൾ പറയുന്നത് സുഹൈബിന്റെ കച്ചവടം വിജയിച്ചിരിക്കുന്നു എന്നാണ്. കാരണം എന്താണ്? വിശുദ്ധ ഇസ്ലാം അനുസരിച്ച് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചു എന്നതാണ്. എനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കുവാനുള്ളത്, മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ അഭിമാനബോധത്തോടു കൂടി നാം ജീവിക്കുകയും വിശുദ്ധ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുകയും നാം മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ടു പോകണം എന്നതാണ്. ഈ സന്ദർഭത്തിൽ നമ്മളുടെ ക്യാമ്പസിൽ, അൽബയാൻ ക്യാമ്പസിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന CREയുടെ ഉദ്ഘാടനമാണ് ഈ സന്ദർഭത്തിൽ ഇൻഷാ അള്ളാഹ് ഞാൻ നിർവഹിക്കുന്നത്. CRE എന്നത് ഒരു മതപഠന സംരംഭമാണ്. കേരളത്തിലെ മണ്ഡലം തലങ്ങളിൽ, MSMന്റെ മണ്ഡലം തലങ്ങളിൽ നടക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഓൺലൈൻ വഴി മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ CRE വഴി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മതപഠനം എന്നതും മതപ്രബോധനം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് കൃത്യമായി ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അൽഹംദുലില്ലാ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇതിന്റെ ഭാരവാഹികളെയും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ക്യാമ്പസുകളിൽ നല്ലവണ്ണം പഠിക്കുകയും ഉന്നതമായ അവസ്ഥയിലെത്തുകയും മതപരമായ ഒരവസ്ഥ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. MSM നടത്തുന്ന CREയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സംരംഭത്തിന് ആശംസയർപ്പിക്കുന്നതിന് വേണ്ടി കേരള നദുവത്തുൽ മുജാഹിദീൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാർ പള്ളിമുക്കവർകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ സന്തോഷത്തോട് ആശംസ അറിയിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തെക്കൻ കേരളത്തിലെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ആശയ ആദർശത്തിൽ നിന്നുകൊണ്ട് വളർന്നു വരുന്ന ഒരു കലാലയമാകുന്നു അൽബയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2013 ഈ സ്ഥാപനം ഒരു പ്രവർത്തനം ആരംഭിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും, സംസ്ഥാനത്തിലെ അറിയപ്പെടുന്ന എല്ലാ പ്രഭാഷകന്മാരും, നേതാക്കന്മാരും, സെക്രട്ടറി, പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാവരും സന്ദർശിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാകുന്നു അൽബയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ അതിലെ വിദ്യാർത്ഥികൾക്കായുള്ള KNMന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ്റെ യൂണിറ്റ് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുവാൻ തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വിവരം അറിഞ്ഞിരിക്കുകയാണ്.
തീർച്ചയായും പ്രശംസനീയമായ ഒരു കാര്യമാകുന്നത്. വിദ്യാർത്ഥികളെ പഠനത്തോടൊപ്പം തന്നെ ദഅവത്തിൻ്റെ മാർഗത്തിൽ പരിചയ സമ്പന്നരാക്കുന്ന, പ്രവർത്തന മേഖലയിൽ സജീവമാക്കാൻ അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാകുന്നു ഈ സംഘടനാ തലത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ. അൽബയാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ആ സ്ഥാപനം തെക്കൻ കേരളത്തിൽ പറന്ന് പന്തലിച്ച് നല്ലൊരു ഭൗതിക ദീനി സ്ഥാപനമായി, വിദ്യാഭ്യാസ സ്ഥാപനമായി അത് വളർന്നു പന്തലിക്കട്ടെ എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും, എല്ലാ അതിൻ്റെ ഭാരവാഹികൾക്കും സർവശക്തനായ അള്ളാഹു ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാൻ, ആ സ്ഥാപനത്തെ വിജയിപ്പിക്കുവാൻ ഉള്ള പരിശ്രമത്തിൽ മുഴുകുവാൻ, അതിൻ്റെ വിജയവും അതിൻ്റെ പ്രതിഫലനവും കണ്ട് അവരുടെ കണ്ണുകൾ കുളിർക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ യൂണിറ്റ് തുടങ്ങുന്നതിൽ ഉള്ള സന്തോഷത്തോടൊപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അതിൽ അറിയിച്ചുകൊണ്ട് പങ്കുവയ്ക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽബയാൻ MSM MGM സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി MSM സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ്വലാഹി കൊല്ലം അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ സർഗസമ്പന്നമായ കാലഘട്ടമാണ് അവൻ്റെ വിദ്യാർത്ഥിത്വം. വിദ്യ നേടുകയും അതോടൊപ്പം നിലപാടുകളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ സുന്ദരമായ, വലിയ പ്രതിബദ്ധതകളോ ബാധ്യതകളോ ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാലഘട്ടമാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM ആ വിദ്യാർത്ഥിത്വത്തെ ധാർമ്മികതയിൽ അടിയുറച്ച് നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്ന കർമ്മ പദ്ധതികളുമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു നാളേക്ക് വേണ്ടി വിദ്യാർത്ഥിത്വത്തിൻ്റെ ശേഷിയെയും മികവുകളെയും കഴിവുകളെയും പരുവപ്പെടുത്തിയെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം നിർവഹിച്ചു വരുന്നത്. കൊല്ലം ജില്ലയിൽ വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്ന അൽബയാൻ ക്യാമ്പസ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ യൂണിയനായി, സ്റ്റുഡൻസ് യൂണിയനായി MSMനെയും MGMനെയും തിരഞ്ഞെടുത്തു എന്നതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു. നാളെ വളർന്നു വരുന്ന മതപണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക് അവർക്ക് വളർന്നു വരുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് യൂണിയനുകൾ ചെയ്യുന്നത്. പല ആശയങ്ങളും വിശ്വാസ രീതികളുമൊക്കെ പിൻപറ്റി വരുന്ന കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ നറുമണം പകർന്നു കൊടുക്കാൻ വേണ്ട പ്രവർത്തന കർമ്മ പദ്ധതികളുമായി MSM MGM സ്റ്റുഡൻസ് യൂണിയൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പുരോഗതിയെ മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നാനോന്മുഖമായ പ്രവർത്തനങ്ങൾ MSM ആവിഷ്കരിച്ചിട്ടുണ്ട്. കൗമാര വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക ബോധനം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് MSM സംഘടിപ്പിക്കാറുള്ള കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ, തുടർ മതവിദ്യാഭ്യാസ പദ്ധതി, ആഴ്ചയിലൊരിക്കൽ ശാഖാതലങ്ങളിൽ നടക്കാറുള്ള ഹിറ വിചാര വീട്, പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രോഫ്കോൺ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹൈസെക്ക്, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തെ ഗ്രസിക്കുന്ന പല ടോപ്പിക്കുകളെയും പ്രധാന പ്രമേയമായി കൊണ്ടുവരികയും അവിടെ ഇസ്ലാമിൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കർമ്മ പദ്ധതികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം മാതൃസംഘടനയുടെ നിർദ്ദേശത്തോടെയും പിന്തുണയോടും കൂടിയും നടത്തി വരികയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ അണിനിരക്കുക, നിങ്ങളുടേതായ ശ്രമങ്ങൾ, നിങ്ങളുടേതായ പങ്കാളിത്തം ഇതിന് നൽകുക, തൗഹീദിൻ്റെ ധ്വജവാഹകരാവുക, നാളെയുടെ പ്രതീക്ഷകളാകുക, നാടിൻ്റെ നന്മയായി മാറുക. അള്ളാഹു എല്ലാവിധ നന്മകളും നിങ്ങളിൽ നിക്ഷേപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽബയാൻ MSM MGM സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി
KNM കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റസാഖ് മദനി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പന്മന അൽബയാൻ ക്യാമ്പസ് MSM MGM യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിന് KNM കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യത്ത് നിരവധി വിദ്യാർത്ഥി സംഘടനകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായൊരു സംഘടനയാണ് MSM. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സഹപാഠിയുടെ നെഞ്ചിൽ കടാരി കയറ്റുന്ന വിദ്യാർത്ഥികളെയാണ് സമീപകാലത്ത് കേരളം ദർശിച്ചത്. അതുപോലെ കലാലയം മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിപണന കേന്ദ്രം കൂടിയാണ്. ഈ ഭയാനകമായ അന്തരീക്ഷത്തിലാണ് MSM എന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. കലാലയത്തിൽ സമാധാനം സ്ഥാപിക്കാനും അന്ധകാരത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും സമൂഹത്തെ കൈപിടിച്ചുയർത്തുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഫാസിസ്റ്റ് വർഗീയ ശ്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം സമൂഹത്തിന് ദിശാബോധം നൽകുന്നതാണ്. MSM നടത്തി വരുന്ന പ്രോക്കോൺ, ഹൈസക്ക് തുടങ്ങിയ സമ്മേളനങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തെ നിരീശ്വരവാദത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്ര സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകന്റെ ലക്ഷ്യമായി ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിദ്യാഭ്യാസ പ്രവർത്തനവും സംസ്കരണവുമാണ് പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് KNM എന്ന പുരോഗമന സംഘടന ഈ ഭൂമുഖത്ത് പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSMനും ആ ലക്ഷ്യം തന്നെയാണുള്ളത്. നേതൃത്വത്തെ അനുസരിച്ച് അവരുമായി കൈകോർത്ത് മുന്നോട്ട് പോയാൽ MSMന് വിപ്ലവം സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹത്തായ സംരംഭത്തിന് ആശംസയർപ്പിക്കുന്നതിന് വേണ്ടി MSMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി നവാസ് സലാഹി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽബയാൻ ക്യാമ്പസിലെ MSM MGM യൂണിയൻ ഇനാഗുറേഷൻ മീറ്റിലാണ് നമ്മളുള്ളത്. കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ പോഷക ഘടകമായ MSM മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മികമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥമടക്കമുള്ള സകല തിന്മകളിൽ നിന്നും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന MSMൻ്റെ പ്രവർത്തനങ്ങൾ നാളിതുവരെയുള്ള MSMൻ്റെ സമ്മേളനങ്ങളിലൂടെയും കേരളത്തിലെ പ്രവർത്തനങ്ങളിലൂടെയും ലോകമറിഞ്ഞ കാര്യമാണ്. കേരളത്തിലെ MSM അതിൻ്റെ ലക്ഷ്യമെന്താണ്, അതിൻ്റെ അനിവാര്യത എന്താണ് എന്ന് MSMൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അടക്കമുള്ള ബഹുമാന്യനായ ജലീൽ മാമാങ്കര അടക്കമുള്ള MSMൻ്റെ നേതാക്കന്മാരും അതുപോലെ KNMൻ്റെ നേതാക്കന്മാരും വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അൽബയാൻ ക്യാമ്പസിലെ 2020 MSM MGM യൂണിയന് MSM കൊല്ലം ജില്ലയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.